കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2744 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരി പാതയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് കേരളത്തോടാണ് ചോദിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അങ്കമാലി മുതൽ അഴുത വരെയുള്ള ശബരിപാതയ്ക്ക് 100 കോടി രൂപ മാറ്റിവെച്ചതോടെ സ്ഥലമേറ്റെടുക്കൽ, പാലം നിർമ്മാണം, ട്രാക്ക് നിർമ്മാണം എന്നിവ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാമെന്നും പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാമെന്നും റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളം ഇപ്പോൾ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു. You have to ask the state government. കേന്ദ്രത്തിന് കേരളത്തോട് രാഷ്ട്രീയ വിവേചനം ഇല്ലെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 100% വൈദ്യുതീകരണം നടപ്പാക്കി. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് UPA കാലത്തുള്ളതിനേക്കാൾ 7 മടങ്ങ് അധിക വിഹിതം ഇപ്പോൾ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി. സിൽവർ ലൈന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി മുന്നോട്ടുവെച്ച വാദങ്ങൾ സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ തള്ളി. പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ, കാഞ്ഞങ്ങാട് റെയിൽവേ ലൈൻ, മൈസൂർ റെയിൽവേ ലൈൻ, നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ ലൈൻ, ഇതിനൊക്കെ തന്നെ കേരളം തന്നെയല്ലേ മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇലക്ഷൻ വരുന്നതിന് മുമ്പ് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പറയുന്നത് റെയിൽവേ വകുപ്പ് വന്ന് നിർത്തണം. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കേരളത്തിന് നേരിയ ആശ്വാസമാണ്. എന്നാൽ എയിംസ് അടക്കം നിരന്തരമായി ഉന്നയിച്ച പല ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല. കേരളത്തിലെ കാർഷിക തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. ഇടക്കാല ബജറ്റായതുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതെന്നാണ് BJPയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24.